എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ടാറ്റ കേവ് എന്ന ടാറ്റയുടെ പുതിയ മോഡലുമായിട്ടാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് 19 ലക്ഷം മുതൽ 24 ലക്ഷം വരെയാണ്. ഓക്കെ, ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരിക നമ്മളുടെ നെക്സോണിനെയാണ്. ഞാൻ ശരിക്കും ഈ ഒരു ഡിസൈനെ കരുതുന്നത് നെക്സോണിൻ്റെ ഒരു ഡിസൈൻ എക്സ്റ്റൻഷൻ തന്നെയാണ് എന്നാണ്. നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കണ്ടു നോക്കാം. അതിന് മുൻപേ കട്ടുകൾ, ഇതാണ് കേവിൻ്റെ ഒരു കീ. പെട്ടെന്ന് എനിക്ക് കീയായിട്ടൊക്കെ ഒരു സാമ്യം തോന്നി. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് കാണാതെ തന്നെ നോക്കാതെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെറിയ മാർക്സ് ഉണ്ട്, ബ്രെയിൽ ലീവ് പോലെ. അത് നല്ലൊരു അഡീഷനാണ്. പിന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ഇവരുടെ വെൽക്കം ഗുഡ് ബൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം. അത് ലൈറ്റ് വരും പോവും. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി ഈ ഒരു വെഹിക്കിളിലോട്ട് വെൽക്കം ചെയ്യണം. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഈ ബോണറ്റിൽ നിന്ന് തുടങ്ങാം. കുറച്ചൊരു ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ബോണറ്റ് ഡിസൈൻ അവർ കൊടുത്തിരിക്കും. ഈ ചെറിയൊരു കട്ട് വന്നിട്ട് പ്രോപ്പർ ഷാംഫർ വന്നിട്ട് പിന്നെ ബ്ലെൻഡിനായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഡിസൈനാണത്. പിന്നെ ഇതാണ് നമ്മളുടെ വെൽക്കം ഗുഡ് ബൈ ഉള്ള ആ ഒരു DRL വരുന്നത്. ഇത് കണ്ടിന്യൂസ് ആണ്, നിങ്ങൾ കണ്ടു. അത് നേരെ അതുവരെ പോകും. ഇത് ഇവരുടെ ചാർജിങ് പോയിൻ്റ് ആണ്. ഇത് ആക്ച്വലി ഇലക്ട്രിക്കലി മൂവബിൾ ആണ്. താഴത്തോട്ട് വരുമ്പോൾ ഇതൊരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് എല്ലാ കാറുകളുടെയും പോലെ ഇവരും ചെയ്തിരിക്കുന്നത്. അതും ബ്യൂട്ടിഫുള്ളി അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും നെക്സോണുമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയുള്ളൊരു ബോണ്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ലൈൻ ഡീറ്റെയിൽ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ പ്രൊജക്റ്റഡ് LED ഹെഡ് ലാംപ്സ്. ഈ ബോട്ടം എയർ ഡാമിൻ്റെ ഇവിടെയാണ് അവർ 360 ക്യാമറ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ടാറ്റ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ഇലക്ട്രോണിക്കലി ഓപ്പണബിൾ കവർ. ഇവിടെയാണ് ഈ ഒരു ചാർജിങ് പോർഷൻസ് ഉള്ളത്. ടാറ്റ ടിയാഗോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് 2 പോർഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് നോർമൽ ചാർജും ഒന്ന് ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ക്ലോസ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4310 ഈ വെഹിക്കിളിൻ്റെ ഒരു എൻറ്റയർ ലെങ്ത്ത്. ഇത് നമ്മളുടെ ക്രെറ്റയുടെയും സെൽറ്റോസിൻ്റെയൊക്കെ ലെങ്ത്തിനോട് അടുത്താണ്, അല്ലെങ്കിൽ അതേ ലെങ്ത്താണ്. കൂടാതെ ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2560 mm ആണ്. അത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വീൽ ബേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളുടെ ടയറിലോട്ട് വരുമ്പോൾ ഇതൊരു 18 ഇഞ്ച് എയറോഡൈനാമിക് അലോയ് വീലാണ്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിലുള്ള തിക്ക് വീലാർച്ച് കാണാൻ കഴിയും. അത് ഇവിടെ നിന്ന് സൈഡിലൂടെ പോയി ബാക്കിലോട്ട് വരെ വരുന്നുണ്ട്. ആക്ച്വലി വെഹിക്കിൾ വലിയൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം നമ്മളുടെ സഫാരിയോട് അടുത്ത് നിൽക്കും. പക്ഷേ ഈ ഒരു വീലാർച്ചിൻ്റെ തിക്നെസ് കാരണം പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ചെറിയൊരു വെഹിക്കിളായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇത് ഷോറൂമിൽ ചെന്ന് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സൈസ് എന്താണെന്ന്. ഈ ഒരു ടാറ്റ കേവ് ഫീച്ചർ ലോഡർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറഞ്ഞു പോകാം. ഒന്ന്, ഈ കാണുന്ന ഒരു ഓട്ടോ ഫോൾഡ് മിററാണ്. ഓക്കെ, അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ 360 ക്യാമറയുടെ ഒരു ക്യാമറ കാണാൻ കഴിയും. അപ്പുറത്ത് മിററിൽ ആ ക്യാമറയുണ്ട്. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ XUV 700 മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിലാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ടാറ്റയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്കൊരു ലൈറ്റും കാണാൻ കഴിയും. അത് രാത്രിയിൽ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഐഡൻറ്റിഫൈ ഹെൽപ്പ് ചെയ്യും. ഈ ഡോർ എങ്ങനെ തുറക്കൽ എന്ന് വെച്ചാൽ നമുക്കിവിടെ പ്രസ് ചെയ്ത് ഇത് പുറത്തേക്ക് വരും. എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാൻ കഴിയും. കൺവെൻഷണൽ ഹാൻഡിലുള്ള മെയിൻ പ്രശ്നം അതിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ ചളിയാവുന്നുള്ളതായിരുന്നു. അത് ഈ ഒരു ഡിസൈനോടുകൂടി ടാറ്റ സോൾവ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ വെഹിക്കിൾസ് എപ്പോഴും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഈ ഒരു ടാറ്റ കേവിൽ വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും യുണീക്കായിട്ട് വരുന്നൊരു ഭാഗം ഇതിൻ്റെ ഈ ഒരു ബാക്ക് പോർഷനാണ്. ഓക്കെ, ഈ ഒരു കൂപ്പേ ഡിസൈനിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നവർ ഈ ഒരു ഭാഗത്താണ്. ഇത് ഭയങ്കര യുണീക്കായിട്ടുള്ള ഡിസൈനാണ് ഫോർ ആൻ ഇന്ത്യൻ വെഹിക്കിൾ. നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ഒരു DRLൻ്റെ കണ്ടിന്യൂറ്റി ബാക്കിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ കഴിയും. ഇത് ബാക്ക് വരെ പോകുന്നുണ്ട്. ഇവിടെ ടാറ്റയുടെ ലോഗോ കാണാം, ബാക്കിലെ ക്യാമറ കാണാം, കേവ് എന്ന് എഴുതിയ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ഡിക്കി തുറക്കണമെങ്കിൽ 4 വഴികളുണ്ട്. ഒന്ന് നമ്മളുടെ കൺവെൻഷണൽ രീതി, അകത്ത് സ്വിച്ച് ഉണ്ട്, 2 നമ്മളുടെ കീലുണ്ട്, 3ാമത്തെ നമുക്ക് ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്, 4ാമത്തെ ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ജസ്റ്റർ കൺട്രോളും ഉണ്ട്. അത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഫീച്ചറാണ് ഒരു ഇന്ത്യൻ വെഹിക്കിളിന്. പിന്നെ ഇതിനകത്തേക്ക് ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. ഏകദേശം 500 ലിറ്ററോളം കപ്പാസിറ്റിയിൽ ഒരു ബൂട്ട് സ്പേസ് ആണ് ടാറ്റ കേവിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റ് കാണാം, ഒരു ഹുക്ക് കാണാം. ഇതിനകത്താണ് അവരുടെ സ്പെയർ വീൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡോറ് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ടായിരിക്കണം. ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റർ കൊണ്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കലി താഴത്തോട്ടേക്ക് വരും. ഈ ഒരു ഡിസൈൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ബോഡി കളർ വരുന്നത്. ഇതിന് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വീണ്ടും അകത്തോട്ട് പോയി പിന്നെയും പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബോഡി ഷേപ്പ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു സ്കൂപ്പ് പിൻ ഡിസൈൻ ടാറ്റയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടറും കാണാൻ കഴിയും. കൂടാതെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഷാർക്ക് ഫിൻ ഹാൻഡിൽ കാണാൻ കഴിയും. പിന്നെ
ഒരു യുണീക്കായിട്ടുള്ള ഒരു വിങ് ടൈപ്പ് ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നല്ലൊരു എലമെൻ്റാണ്. ഈ ഒരു ബോണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ആക്ച്വലി ഇവരുടെ ചാർജറൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിരിക്കണം ഇത്. ഈ വണ്ടിയുടെ മോട്ടറാണ് ഈ ഒരു എൻജിൻ റൂമിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന് 2 ടൈപ്പ് ഓഫ് ബാറ്ററി ഉണ്ട്. ഒന്ന് കേവ് എന്ന് പറഞ്ഞ ബാറ്ററി, അതായത് 45 വാട്ടിൻ്റെ, അതിന് ഏകദേശം 505 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ലോങ് റേഞ്ച് എന്ന് പറയുന്ന സാധനം, അതിന് ഏകദേശം 585 കിലോമീറ്റർ റേഞ്ചും ടാറ്റ പറയുന്നുണ്ട്. ആക്ച്വലി ഓൺ റോഡ് ഏകദേശം 75% ഓഫ് ദ അഷ്വേർഡ് കിലോമീറ്റർ കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഏകദേശം ഒരു 400-450 കിലോമീറ്റർ ഈ ഒരു 45 വാട്ടിന് ഇൻ റിയൽ നമുക്ക് കിട്ടും. EV വെഹിക്കിൾസിനൊന്നും തീരെ ശബ്ദം ഉണ്ടാവില്ല. പലപ്പോഴും ഒരു ക്രൗഡിൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ ഒരു വണ്ടി വന്നു എന്നുള്ളത്. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാനാണ് ഇവർ വെച്ച് ഈ ഒരു സൗണ്ട് സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 20 km/h വരെ ഈ ഒരു സൗണ്ട് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആ ശബ്ദം ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു ആഡ് ഓൺ ഭയങ്കര നല്ലതാണ് ഫോർ എ ക്രൗഡഡ് കൺട്രി ലൈക്ക് ഇന്ത്യ. ഈ ഒരു ഡോറ് തുറന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ എല്ലാ കാറുകളിലും പറയാനുള്ളത് പോലെ, ഒരു പ്രീമിയം കാറിലിരിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. ഇതിന് ആക്ച്വലി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റും ഉണ്ട്. അത് ഈ ഡോറിൻ്റെ സൈഡിലാണ്. ഞാനിപ്പോൾ അതാണ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ അവരുടെ എല്ലാ കാറുകളിലും ചെയ്യുന്ന പോലെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വീണ്ടും നമുക്ക് നെക്സോണുമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയുള്ളൊരു ഇൻറ്റീരിയറാണ്. പക്ഷേ ചെറിയ ചെറിയ ഫിനിഷസൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ആംബിയൻ ലൈറ്റൊക്കെ അവർ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് തോന്നുന്നു എനിക്ക്. ഇത് നമ്മളുടെ AC-യുടെ വെൻറ്റുകളാണ്. പിന്നെ ടോഗിൾ സ്വിച്ചസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. AC-യുടെ കൺട്രോൾസൊക്കെ ഇവിടെയുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ് ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഗിയർ ഷിഫ്റ്റേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും ഒരു USB ചാർജറും 45 വാട്ടിൻ്റെ ഒരു C ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എക്കണോമി, സിറ്റി, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള നോബ് കാണാൻ കഴിയും. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും നമുക്കിവിടെ കാണാൻ കഴിയും. ഓട്ടോ ഹിൽ ഹോൾഡ് അസിസ്റ്റും നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു പോർഷൻ ഭയങ്കര സ്മാർട്ട്ലിയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വയർലെസ് ചാർജറിൻ്റെ ഫിനിഷ് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം പോളിഷ്ഡ് ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ 12.3 ഇഞ്ചാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വലിയൊരു ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 10.25 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്ലസ്റ്ററിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഓപ്ഷൻസൊക്കെ നമുക്ക് വേണ്ട വിധം ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ടാറ്റയുടെ ഒരു യുണീക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു ടാറ്റ ലോഗോ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ പതിയെ തെളിഞ്ഞ് വരും. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ഡീ കട്ട് സ്റ്റിയറിംഗ് വീലും ഭയങ്കര നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, ഇതിനൊരു ലെതറൈറ്റ് കോട്ടിങ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു എക്സ്ട്രാ പ്ലാസ്റ്റിക് പോളിഷ് ഫിനിഷ് ഈ ഒരു വീലിന് ഭംഗിയുള്ളതായി തോന്നിക്കും. പിന്നെ ഇവിടെയാണ് നമ്മളുടെ കൺട്രോൾസ് വരുന്നത്, വിൻഡോസിൻ്റെ എല്ലാം. ഇത് ബാക്കിലെയും ഫ്രണ്ടിലെയും വിൻഡോസിൻ്റെ കൺട്രോൾസാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എവിഡൻ്റ്ലി നമുക്കൊരു ബോട്ടിൽ ഹോൾഡിംഗ് സ്പേസ് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ബോട്ടിൽ കയറ്റാൻ കഴിയും. ഫ്രണ്ടിൽ ബുക്കും ബാക്കിൽ നമുക്ക് ബോട്ടിലും കയറ്റാൻ കഴിയും. പൊതുവെ നോർമൽ ഡോസിലെല്ലാം തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. ഇതുവരെ ഒരു GN-CAP യൂറോ NCAP റേറ്റിങ്ങോ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. എന്തായാലും ടാറ്റ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഒരു 5 സ്റ്റാർ റേറ്റിംഗുമായിട്ടായിരിക്കും കാറ് നമ്മളുടെ നേരത്തിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്കിത് ഇപ്പോൾ ഈ വിൻഡോയിൽ നമുക്ക് ഇവിടെ 360 ക്യാമറയുടെ ഒരു ആക്ച്വൽ വ്യൂ കാണാൻ കഴിയും. എന്തായാലും ക്യാമറയ്ക്കെല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിനുള്ളത് 6 എയർ ബാഗ്സ് ആണ്. അത് എല്ലാ വേരിയൻറ്റിലും അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റി ഈസ് ഫുൾ ഓൺ ഫോർ ദിസ് കാർ. അത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഈ ഒരു ഫുള്ളി പനോറമിക് സൺറൂഫാണ്. അതെന്തായാലും ഈ ഒരു കാറിന് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കും. പിന്നെ ഈ 2 സീറ്റിന് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടാറ്റ. അതും നമ്മളുടെ എക്സ്പീരിയൻസ് കൂട്ടും. ഈ ഒരു സെഗ്മെൻറ്റിൽ അതും ആദ്യമായിട്ടാണ് ടാറ്റ കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ പാസഞ്ചർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അത് ഞാൻ പറയാൻ പറ്റും. ഇവിടെ അതൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറിനൊക്കെ ഒരു പ്രീമിയം ഫിനിഷ് ടാറ്റ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ക്രീം കളർ ഡിഫറെൻറ്റ് ടെക്സ്റ്റേർഡ് മെറ്റീരിയൽ കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലുക്ക് മൊത്തം മാറി. അതെന്തായാലും നല്ലൊരു പ്രീമിയംനെസ് ഈ ഒരു കാറിൻ്റെ ഇൻറ്റീരിയറിന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. ഇതൊരു ഓട്ടോ ഡിമ്മിങ് IRVM ആണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മളുടെ ഡ്രൈവിംഗ് ഭയങ്കര അനായാസകരമാക്കും. എനിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഉയരത്തിലാണ് ഈ ഒരു
പ്ലാറ്റ്ഫോം ഉള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ബാറ്ററി അതിന് താഴത്തുള്ളത് കൊണ്ടാണ്. എന്തായാലും നമ്മളുടെ ഈ ഒരു ടാറ്റയുടെ കാറുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലോട്ട് കയറുമ്പോൾ ആ ഒരു പ്രീമിയംനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു നൈസ് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫിനിഷാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കുള്ളിൽ തരും. ഞാൻ നേരത്തെ ബസാൾട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ മെറ്റീരിയലല്ല, കളറാണ് വ്യത്യാസമുള്ളത്. ഈ ഒരു പാനോറമിക് റൂഫ് വരുമ്പോൾ നമുക്ക് എന്തായാലും യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഓപ്പൺനെസ് ഫീൽ ചെയ്യും. കാരണം നമുക്ക് എല്ലാ വശത്തോട്ടും ക്ലിയർലി കാണാൻ കഴിയും. പിന്നെ എനിക്ക് ഇരുന്നപ്പോൾ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം എന്നെപ്പോലത്തെ ഒരാൾക്ക് ഓക്കെയാണ്. പക്ഷെ ഒരു 6 അടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ചിലപ്പം ഷോൾഡർ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ബാക്കിലോട്ട് വരുമ്പോഴും ആ ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാകും. കാരണം എനിക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒരു 6 അടിയുള്ളവരുടെ തല ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡീറ്റെയിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്ന, ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫിനിഷ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ് ആണ്. ആ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ ടാറ്റ യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ വരുമ്പോഴും നമുക്ക് ഈ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ബാക്കിൽ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ ഇല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു AC വെന്റിലേഷൻ ഉള്ളത്, 45 വാട്ടിൻ്റെ ഒരു C ചാർജറും കാണാൻ കഴിയും. ഇത് വെച്ച് നമുക്ക് ആക്ച്വലി ഒരു ലാപ്ടോപ്പ് തന്നെ ചാർജ് ചെയ്യാൻ കേട്ടോ. കാരണം ഇതിന് 45 വാട്ട് ഉള്ളതുകൊണ്ട് ഹാൻഡ് റെസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് ബോട്ടിൽ ഹോൾഡേഴ്സ് അവർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ബാക്ക് സീറ്റ് ശരിക്കും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് 2 രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് ഈ ഒരു പോർഷനാണ്, രണ്ടാമത്തെ ഈ ഒരു പോർഷനാണ്. എങ്കിലും നമുക്കപ്പോൾ 2 രീതിയിലിരുന്ന് സുഖമായിട്ട് പോകാം. കുറച്ചും കൂടി റിക്ലൈൻഡ് ആക്കി വെച്ചാൽ കുറച്ചും കൂടെ കംഫർട്ട് ഈ വെഹിക്കിൾ തരും. പിന്നെ ഇവിടെ ഇതാ ഒരു ഹെഡ് റെസ്റ്റും നല്ലൊരു സപ്പോർട്ടാണ് എൻ്റെ ഒരു ഹൈറ്റിന്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോ കുറച്ച് ഉയരത്തിലാണ് കേട്ടോ. നമ്മൾ നോർമലി കാറുകൾ കാണാനുള്ളൊരു പെട്ടെന്നൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടണമെന്നില്ല ഈ ഒരു ടാറ്റ കേവിൽ. ക്രെറ്റയിലെയോ സെൽറ്റോസിൻ്റെ ഒരു വീതി നമുക്കിതിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതൊരു കേവ് ആയതുകൊണ്ട്, ഒരു കൂപ്പേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പേഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു വെഹിക്കിൾ. നമുക്ക് ഒരു 3 അത്യാവശ്യം തടിയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും യാത്ര ചെയ്യാൻ. പിന്നെ നമുക്ക് 3 സീറ്റിലും 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് അവർ കൊടുത്തിരിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ബാക്കിൽ ഈ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. ഫാമിലിയൊക്കെ ആണെങ്കിൽ 500 ലിറ്ററിൻ്റെ ബോട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. പറയാനുള്ള ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഇതിന് അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് ടാറ്റ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഐറ എന്നൊരു സിസ്റ്റം കൂടി ഇവർ ഈ ഒരു കേവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കസ്റ്റമർക്ക് റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഈ വണ്ടിയുടെ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം പറയാം. എത്ര സമയമെടുക്കും ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ? ഈ ഒരു 45 കിലോ വാട്ട് വണ്ടി ചാർജ് ചെയ്യാൻ എത്ര സമയമെടുക്കും? DC ചാർജർ ആണെങ്കിൽ ഏകദേശം 40 മിനിറ്റാണ് ഈ ഒരു വണ്ടി 10 to 80% ആവാൻ വേണ്ടത്. പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന 3 ഫേസിലുള്ള 7.2 കിലോ വാട്ട് ചാർജർ ആണെങ്കിൽ ഏകദേശം 6.5 hours എടുക്കും 10 to 100% ചാർജ് ചെയ്യാൻ. പിന്നെ നമ്മൾ നോർമൽ 15 ആംപിയർ പ്ലഗ് ആണെങ്കിൽ ഏകദേശം 17.5 hours എടുക്കും. എന്തായാലും ഇതൊരു നല്ലൊരു ചാർജിങ് റേഞ്ചാണ് ടാറ്റയുടെ. പലപ്പോഴും ഫേസ് ചെയ്യാറുള്ളൊരു പ്രശ്നം, പല യാത്രകളിലും പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യാൻ മറക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്ത് പോവേണ്ടി വരികയോ വന്നു കഴിഞ്ഞാൽ അതിനും ഈ ഒരു വണ്ടി നല്ല ഉപയോഗപ്പെടും. കാരണം 15 മിനിറ്റിൽ ഈ പറഞ്ഞ DC ചാർജറിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 120 കിലോമീറ്റർ ഈ വണ്ടി യാത്ര ചെയ്യും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ടാറ്റ വേറൊരു ഫീച്ചറും കൂടെ ഈ ഒരു വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ്ങും വെഹിക്കിൾ ടു ലോഡിംഗ് ചാർജിങ്ങും. അതായത് ഈ ഒരു കേവ് വെച്ച് വേറൊരു ഇലക്ട്രിക് വെഹിക്കിളും നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മളുടെ അപ്ലയൻസസ് ലൈക്ക് പുറത്ത് ക്യാമ്പൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ടെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബ്ലോവർ അല്ലെങ്കിൽ അങ്ങനത്തെ അപ്ലയൻസസൊക്കെ ഈ ഒരു പവർ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതും വളരെ നല്ലൊരു ഫീച്ചറാണ്. ഞാനിപ്പം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ടാറ്റ മറീന പന്തീരാങ്കാവിലുള്ള ഷോറൂമിൽ വെച്ചാണ്. ഇവിടെ നമ്മളുടെ കൂടെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. അപ്പം ഈ ഒരു ഓണം ഓഫേഴ്സിനെ പറ്റിയൊക്കെ അവരിൽ നിന്ന് കുറച്ച് ചോദിച്ചറിയാം. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് സലീമ. ഞാൻ ഇവിടെ കസ്റ്റമർ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് ടാറ്റ മോട്ടോഴ്സും മറീന മോട്ടോഴ്സും ചേർന്ന് കസ്റ്റമേഴ്സിനായിട്ട് കൂടുതൽ അട്രാക്റ്റീവായ ഓഫേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബുക്കിംഗ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരിക, ഷോറൂമിൽ വിസിറ്റ് ചെയ്യുക. നമ്മൾ ഓണം പ്രമാണിച്ച് SUV മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് സെലക്റ്റീവ് മോഡൽസിന് 1,50,000 rupees വരെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സോൺ EV വെഹിക്കിളും അവൈലബിൾ ആണ്.
ഈവൻ ടിയാഗോ കാറ്റഗറി വെഹിക്കിൾ ആണെങ്കിൽ അറൗണ്ട് 65,000 to 70,000 റുപ്പീസ് വരെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കേവിൻ്റെ EV നമ്മളെ ഷോറൂമിൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് മന്ത് ഡീസലിലും പെട്രോളിലും വെഹിക്കിൾ ലോഞ്ചിങ് വരുന്നുണ്ട്. അതിൻ്റെയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെയ്ന മോട്ടോഴ്സ് പന്തീരങ്കാവ് ഷോറൂം വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ കസ്റ്റമേഴ്സിന് വെഹിക്കിൾ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ടൈമാണ്. അത്രയും അട്രാക്റ്റീവായ ഓഫേഴ്സാണ് ടാറ്റ മോട്ടോഴ്സും റെയ്ന മോട്ടോഴ്സും ചേർന്ന് കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഷോറൂം വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ താഴത്തൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ വിവരങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.